നമ്മുടെ വീട്ടിലുണ്ടല്ലോ പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊരുപാട് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ ഒരു മടിയാലേ. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ തീരെയും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു മിക്സർ ജാറിലേക്ക് 2-3 നേന്ത്രപ്പഴമാണ് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ശർക്കരപ്പാനി അതും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഞാനിവിടെ പ്ലാവിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോ ടീസ്പൂൺ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഞെട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കോർത്ത് വയ്ക്കുക. അത് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ടിത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇതിന് വേണമെങ്കിൽ പഴം അട എന്ന് വേണമെങ്കിലും പറയാം. അത്രയും രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.